ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരീനെയാണ്. അപ്പോൾ ഗൗരിയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശങ്കർ. അപ്പോൾ അവസാനം പറയുകയാണ്, നോക്കൂ ശങ്കർ, ഞാൻ ഇന്ന് വരെ ശങ്കറിനോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ശങ്കറിനോട് ഒരു കാര്യം ആവശ്യപ്പെടുക എന്ന് പറഞ്ഞു. അത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് എന്ന് പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ശങ്കർ കൈ കാണിച്ചു, നിർത്ത എന്നുള്ള മട്ടിലാണ്. അപ്പം എന്താ ശങ്കർ എന്ന് ചോദിച്ചപ്പോഴത്തേനും, അല്ല ഗൗരി, നീ ഇപ്പം പറഞ്ഞ ആ ഡയലോഗില്ലേ, അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ, ഒന്നുകൂടെ പറഞ്ഞ് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി ഇങ്ങനെ നിന്നിട്ട്, അത് പിന്നെ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറയണോ ശങ്കറിൻ്റെ അവസ്ഥ? ശങ്കർ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ എൻ്റെ പൊന്നോ, എൻ്റെ വടക്കുന്നാഥ, ഞാൻ കേൾക്കുന്നത് ഈ സ്വപ്നമൊന്നും അല്ലല്ലോ അല്ലേ എന്നിങ്ങനെ മനസ്സ് കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഗൗരി, നീ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ പറയണത്. ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ഈ കുട്ടിശങ്കറിന് ഭയങ്കര സന്തോഷമായിട്ടോ ഗൗരി എന്ന് പറഞ്ഞു. എൻ്റെ ഈ സന്തോഷത്തിന് പകരമായിട്ട് നിനക്ക് എന്തുട്ടാ തരേണ്ടത്? നീ പറഞ്ഞോ, നീ എന്ത് പറഞ്ഞാലും ദേ ഇപ്പോൾ ഈ സ്പോട്ടിൽ ഞാൻ നിനക്ക് സെറ്റാക്കി തരൂ കേട്ടോ. നീ അങ്ങ് പറഞ്ഞോ. ഇന്നൊരു ദിവസം എനിക്കിവിടെ നിൽക്കണം, നാളെ രാവിലെ തന്നെ ഞാൻ തൃശ്ശൂർക്ക് തിരിച്ചു വന്നോളാം, അത്രയേ ഉള്ളൂ. അത് സിമ്പിൾ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ കിടാവിൻ്റെ ഒരു ആഗ്രഹമല്ലേ, അത് ആദ്യമായിട്ട് എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞ ഒരാഗ്രഹം, അതെന്താണെങ്കിലും നടക്കട്ടെന്നേ, അത് ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ നാളെ തൃശ്ശൂർക്ക് വരണം കേട്ടോ, അത് മറന്നു പോവരുത് എന്ന് പറഞ്ഞ് സമ്മതിച്ചു. അപ്പം ഞാൻ വിട്ടു പോവാട്ടാ. അടാ അജിത്തെ ജോജു, നമുക്കങ്ങ് സ്കൂട്ടായാലോ എന്ന് ചോദിച്ചു. ശ്യാം സാറേ, എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ 3 പേരൂടെ അങ്ങോട്ട് സ്കൂട്ടാകുകയാണ് കേട്ടോ. അപ്പോൾ ശങ്കർബായിയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് ആള് സ്വർഗം കിട്ടിപ്പോലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്യാം സാർ പതുക്കെ അകത്തേക്ക് കയറി വന്നു. ഇവർ രണ്ടുപേരും നോക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ള മട്ടിൽ കേട്ടോ. അപ്പോൾ ഗൗരി ഭയങ്കരമായിട്ട് ചിരിച്ച് സന്തോഷിച്ച് ഹാപ്പി ആയിട്ടാണ് ശങ്കറിനെ പറഞ്ഞയച്ചത്. ഇതുവരെയും കിട്ടാത്തൊരു മനസ്സന്തോഷം നമ്മുടെ ശങ്കറിന് കിട്ടി. അപ്പോൾ ശങ്കർ ഹാപ്പി ആയിട്ട് അവർ 3 പേരുടെ വണ്ടിയെടുത്ത് അവരങ്ങ് പോയി. ഇത്ര ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ ശങ്കർബായിയെ ഈ അടുത്തങ്ങ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല കേട്ടോ, സത്യമായിട്ടോ ശങ്കർബായി എന്ന് പറഞ്ഞു വൈത്ത്. അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ശങ്കർബായിനെ ഇപ്പം തിരിച്ചു കിട്ടിയെന്നാണ് പറയണത്. അല്ലേടാ ജോജുവോ? ദേ ഇനി തിരുവനന്തപുരത്തേക്ക് പോന്നപ്പം എന്തായിരുന്നു? അതെ, അങ്ങോട്ട് പോയ ആളാണോ ഈ തിരിച്ചു വന്നിരിക്കണത്? പിന്നല്ലാതെ. എടാ ഇത്തേ ജോജു, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഇതുവരെയും പറയാത്ത എൻ്റെ കിടാവ് ഇന്ന് ആദ്യമായിട്ട് ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. അപ്പം പിന്നെ ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ? അതിൻ്റെ സന്തോഷമാണ് നീയൊക്കെ ഇപ്പം കണ്ടോണ്ടിരിക്കണത്. എന്നാലും എൻ്റെ ശങ്കർബായി, ഇന്ന് ഒറ്റ ദിവസം നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിൽ ഏട്ടത്തി അമ്മയ്ക്ക് നിൽക്കണമെന്ന് വാശി പിടിച്ചത് എന്തിനായിരിക്കും? എടാ അജിത്തെ, എടാ ഒരു ദിവസം പെട്ടെന്നൊരു ദിവസം ഞാൻ ശ്യാം സാറിൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് തോക്കും അതുപോലെ തന്നെ ബാക്കിയെല്ലാം കാണിച്ച് ഭീഷണിപ്പെടുത്തി എൻ്റെ ഗൗരീനെ ഞാനങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നില്ലേടാ. അതറിയാലോ, ശ്യാം സാറും ഫാമിലിയും ഒക്കെ പാവങ്ങളായതുകൊണ്ടല്ലേടാ എൻ്റെ പേരിൽ ഒരു കേസ് പോലും കൊടുക്കാതിരുന്നത്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗൗരി ഇന്ന് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞത്. ഗൗരിക്കും അവരുടെ വീട്ടുകാരോട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവില്ലേ? അത് ശരിയാ, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്കൊക്കെ അവർക്ക് അമ്മമാരോട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവുന്നേ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്നേ, ചെറിയ കാര്യങ്ങൾ. പക്ഷേ അത് അമ്മമാരോട് പറയുമ്പോൾ ഉണ്ടല്ലോ, വലിയൊരു ആശ്വാസവും സമാധാനവും സന്തോഷവും ഒക്കെയാണ്. ഇന്നൊരു ദിവസം അവളവിടെ നിൽക്കട്ടെന്നേ, നാളെ തൃശ്ശൂർക്ക് എന്താണെങ്കിലും എത്തുമല്ലോ. അല്ല ശങ്കർബായി, നാളെ ഏട്ടത്തിയമ്മയെ അവർ തൃശ്ശൂർക്ക് വിടുവോ എന്ന് ചോദിച്ചു അജിത്ത്. అయితే നിനക്കെന്താ വിടാതിരിക്കാൻ ഇപ്പം എന്തിട്ടാ? ശ്യാം സാർ എന്താണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു ജോജു. അവർ വിടൂന്നേ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ വെറുതെ ചോദിച്ചോന്നേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇവരും നേരെ തൃശ്ശൂർക്ക് വച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. മോളെ ഗൗരി, ദേ നീ ഈ ചെയ്തത് ഒട്ടും ശരിയാണെന്ന് അച്ഛന് തോന്നുന്നില്ല എന്ന് ശ്യാം സാർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഫാമിലിയിൽ എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ശ്യാം സാർ, നന്ദിനിയമ്മയും ആദർശും മുത്തശ്ശിയും ആരതിയും എല്ലാവരും ഉണ്ട്. അല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശങ്കറിനെ ഒറ്റപ്പെടുത്തിയതുപോലെ ആയില്ലേ? വേണ്ടായിരുന്നു. അവനോട് സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെന്നല്ലേ അവൻ വിചാരിക്കുള്ളൂ. ശങ്കർ അങ്ങനെ തെറ്റിദ്ധരിക്കുമോ എന്ന് ചോദിച്ചു നന്ദിനിയമ്മ.
അപ്പോൾ ഉടനെ ആദർശ് പറയാ, ശങ്കറിൻ്റെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല എന്ന് ആദർശം പറഞ്ഞു. നീ അവൻ്റെ കൂടെ പോകണ്ടായിരുന്നോ? അച്ഛാ, ഇനി എന്നെ ഒന്നും വിളിക്കാൻ നോക്കണ്ട, എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആരതി ഇങ്ങനെ നിൽക്കണം. മോളെ ഗൗരി, നാളെ ധ്രുവൻ ഇവിടെ വരും. അവൻ ഇവിടെ വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ആദർശേ, നീ ആ വണ്ടി എടുത്തോ, ഗൗരിയെ തൃശ്ശൂർ കൊണ്ടാക്കിയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് എഴുന്നേറ്റു. ആദർശേട്ടാ വേണ്ട എന്ന് പറഞ്ഞു ഗൗരി. അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ എങ്ങോട്ടും പോവില്ല എന്ന് പറഞ്ഞു. ദാ ഇവളുണ്ടല്ലോ എന്ന് പറഞ്ഞ ആരതിയെ ചേർത്ത് പിടിച്ചു. നാളെ ധ്രുവൻ വരട്ടെ, എൻ്റെ അനിയത്തിക്ക് ഒന്നും സംഭവിക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. നാളെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാനല്ലേ അവൻ പറഞ്ഞത്. അവനോട് സംസാരിക്കാനുള്ളതൊക്കെ ഞാൻ സംസാരിച്ചോളാം. അച്ഛൻ ഒരു ടെൻഷനും വേണ്ട, അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ പറയണത് എന്ന് പറഞ്ഞ് ഗൗരി അവരെല്ലാം മോട്ടിവേറ്റ് ചെയ്തു. നാളെ എല്ലാത്തിനും ഒരു തീരുമാനമാക്കിയിരിക്കും ഈ ഗൗരി എന്ന് പറഞ്ഞ് ഉറച്ച കോൺഫിഡൻസിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഗൗരി. നമ്മൾ കാണുന്നത് നമ്മുടെ മഹാദേവനെയാണ്. അപ്പം മഹാദേവനെ ഇരിക്കപ്പുറത്തില്ല കേട്ടോ, എങ്ങനെയും ശങ്കറിനെയും പെണ്ണിനെയും വീട്ടിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് മഹാദേവൻ കിടത്ത് പരക്കാൻ പായാണ്. അപ്പോൾ ദേവിമ എവിടെയുണ്ട്? അപ്പോൾ ഫോൺ വിളിച്ചു നേരെ ശങ്കറിൻ്റെ ഫോണിലേക്ക്. എടാ ശങ്കറെ, എന്താച്ചാ അച്ഛൻ എന്താ പറ്റിയത്? അച്ഛൻ അവിടെ ഇരിക്കപ്പുറത്തില്ലേ എന്ന് ചോദിച്ചു ശങ്കർ. അപ്പം ശങ്കർ ഇച്ചിരി വട്ടം കറക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കണത്. എന്താ രാവിലെ തന്നെ ഓർമ്മ വന്നോ? നീ കൂടുതൽ വർത്തമാനം പറയാതെ ഞാൻ പറയണത് നീ അങ്ങോട്ട് കേക്ക്. കുട്ടിശങ്കര, ദേവിമ ഇവിടെ ഉണ്ട് കേട്ടോ. ദേവിമ പറഞ്ഞിട്ടാ ഞാനിപ്പോൾ നിന്നെ വിളിക്കണത്. നീ നിൻ്റെ പെണ്ണിനെയും കൂട്ടി ഒരക്ഷരം മിണ്ടാതെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വാടാ എന്ന് പറഞ്ഞു. അപ്പോൾ അജിത്തും ചോദിച്ചോടെ ഉണ്ട് കേട്ടോ. എന്നിട്ടാടാ നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അവളെയും കൂട്ടിക്കൊണ്ട് വേഗം ഇങ്ങോട്ടേക്ക് വാടാ എന്ന് പറഞ്ഞു. അച്ഛാ, ഗൗരിക്ക് അങ്ങോട്ട് വരാൻ ഇഷ്ടമുണ്ടോയെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. അയ്യോ, അവളുടെ ഇഷ്ടത്തിന് ഒരു പ്രസക്തി ഇവിടെ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അതെന്താ പ്രസക്തി ഇല്ലാത്ത? ചാരങ്ങാട്ട് തിരിച്ചു വരണോ എന്ന് ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് ഗൗരിയാ. ഇക്കാര്യത്തിൽ അവളുടെ ഇഷ്ടം എന്താണോ അതേ നടക്കൂ എന്ന് പറഞ്ഞു. കന്നാലേ, കെട്ടുകാളുടെ വാക്കിന് തുള്ളി ജീവിച്ചാലേ നിന്റെ ജീവിതം ആ കഷ്ടത്തിലാകാൻ പോണത് അറിയോ നിനക്ക്? നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. ശരി, നീ ഒരു കാര്യം ചെയ്യാം. അവള് തീരുമാനം പോലെ എന്താണെന്ന് നീ ഇപ്പം തന്നെ അവളോട് ചെന്ന് ചോദിക്കുക. അല്ലെങ്കിൽ വേണ്ട, നീ അവൾക്ക് ഫോണൊന്ന് കൊടുത്തേ, ഞാൻ ചെന്ന് ചോദിക്കാം എന്ന് പറഞ്ഞു. അയ്യോ, അതിലൊരു പ്രശ്നമുണ്ടല്ലോ എൻ്റെ അച്ഛാ. ഇനി എന്താടാ നിൻ്റെ പ്രശ്നം? ഗൗരി അവളുടെ വീട്ടിൽ പോയിരിക്കാം. ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയത്, ഫോൺ കൊണ്ടുപോയിട്ടില്ല. പിന്നെ എങ്ങനെയാ സംസാരിക്കുക? ഒരു കാര്യം ചെയ്യാം, അവൾ തിരിച്ചു വരട്ടെ, എന്നിട്ട് നമുക്ക് കാര്യം സംസാരിക്കാം. നിനക്ക് നാണാവില്ലേടാ? അതെ, നീ ഭാര്യയുടെ വാക്ക് കേട്ടിട്ടാ ജീവിക്കണത് എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നോ, നീ ഒരു തീരുമാനം എടുത്തിട്ട് അത് ഭാര്യയെ കൊണ്ട് അനുസരിപ്പിക്കുക ചെയ്യേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? കന്നാലേ, ഒരു ഭാര്യ വന്നിട്ട് തീരുമാനം പറയാമെന്ന് പോലും. അച്ഛനിപ്പോൾ എന്തിട്ടാ വേണ്ടത്? എൻ്റെ പൊന്നോ, എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനും അച്ഛൻ സമ്മതിക്കില്ലേ? ഒരു ഭാര്യ കിട്ടിക്കഴിയുമ്പോഴേ സ്വന്തം അച്ഛനെയും അമ്മയും മറക്കാൻ പാടില്ല. തിരിച്ച് ഞാൻ അച്ഛനോടൊരു കാര്യം പറയട്ടെ. അച്ഛനും അമ്മയും സ്വന്തം കുട്ടികളെ മറന്ന് ഓരോന്ന് കോപ്രായവും കാണിക്കാനും പാടില്ല. അതുകൂടി അച്ഛൻ ആദ്യം ഓർക്കണം എന്ന് പറഞ്ഞിട്ട് കുട്ടിശങ്കരൻ നേരെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. കണ്ടില്ലേ ദേവിമ? കണ്ടു ദേവിമ എന്ന് ചോദിച്ചു. മഹാദേവൻ ചീറാണ്. അവൻ്റെ ഭാര്യയുടെ അടിമയായി പോയി. അതാ അവൻ്റെ അവസ്ഥ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശങ്കർഭായിയും അജിത്തും ചോദിച്ചു നിൽപ്പുണ്ട്. അപ്പോഴത്തേനും അജിത്ത് പറയാണ്, അതെ ശങ്കർഭായി, ഈ മഹാദേവ സാറിനെ ഇങ്ങനെ വെറുതെ ശുണ്ടി പിടിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അച്ഛൻ ഇനിയും വിളിക്കും. നമ്മുടെ അച്ഛനല്ലേ, കാര്യം നമ്മുടെ സ്വന്തം അച്ഛനാ. പക്ഷേ എങ്കിൽ അച്ഛന് ഇത്തിരി അഹങ്കാരമുണ്ട്. അതെ, മഹാദേവ സാറ് ഒരു കോംപ്രമൈസിലേക്ക് വന്നതല്ലേ. ശങ്കർഭായി ഒന്ന് അയച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്താ പറയുക, ശങ്കർഭായിക്കും മേട്ടത്തിയമ്മയ്ക്കും ആ ചാരങ്ങാട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാമായിരുന്നല്ലോ. പിന്നെ എന്താ പറ്റിയത്? അച്ഛൻ വിളിക്കുമ്പോഴേ ഞാൻ അങ്ങോട്ടേക്ക് ഓടിച്ചതാലേ ശരിയാവില്ലടാ. അച്ഛനിട്ട് ഇങ്ങനോട്ട് പണി കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യമുള്ള കാര്യമാണ്. എൻ്റെ ഗൗരീനെ അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് അപമാനിച്ചല്ലേ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. അതിനെക്കുറിച്ച് എങ്ങനെയെങ്കിലും ഞാനൊരു പണി കൊടുക്കണ്ടേ? എന്താ ശരിയല്ലടാ എന്ന് ചോദിച്ചു. എന്നിട്ടൊരു കള്ള ചിരിയൊക്കെ ചിരിച്ച് ശങ്കർ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ രാധാമണി തങ്കച്ചിനെയാണ് കേട്ടോ. അപ്പോൾ രാധാമണി തങ്കച്ചി പുതിയ രൂപത്തിലാണ് മാറുകയാണ്. അപ്പോൾ മറ്റേ രാധാമണി തങ്കച്ചി മാറി പുതിയ ആളാണ് കേട്ടോ വരുന്നത്. ദേവിമ, ഈ ചെക്കൻ ഇങ്ങനെ തുടങ്ങിയാൽ ഞാനിപ്പോൾ എന്തിട്ടാ ചെയ്യുക എന്ന് ചോദിച്ചു ദേവിമായുടെ. അപ്പോൾ രാധാമണി അടുത്തത് ഇപ്പം ഉണ്ട്. മഹാദേവ,
പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. ആദ്യം നീ അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. ഇതൊക്കെ അവളുടെ പണിയാ. ശങ്കറിനെ മുൻനിർത്തി അവൾ നിങ്ങളെ വെല്ലുവിളിക്കാം. നമ്മുടെ മോനാണെങ്കിൽ അതൊന്നും മനസ്സിലാവുന്നതുമില്ല എന്ന് പറഞ്ഞു രാധാമണി. എൻ്റെ പൊന്നു രാധേ, ദേ നിന്റെ ഈച്ച ഡയലോഗ് വിളമ്പേണ്ട സമയമല്ലിത്. അത് നീ മനസ്സിലാക്ക. അവൻ എൻ്റെ മോനല്ലേ. നിങ്ങൾ എന്താ എന്ത് വേദനയൊന്നും മനസ്സിലാക്കാത്തത്? എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി അവനെ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോവാ. അല്ലെങ്കിൽ നമ്മുടെ മോനെ നമ്മുടെ ശത്രുവാക്കി അവൾ മാറ്റിയെടുക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഈ ചെയ്യുന്നതിനൊക്കെ ഞാൻ അവൾക്ക് തിരിച്ചു കൊടുത്തിരിക്കും. ആ ഗൗരിക്കിട്ട് നല്ല പണി കൊടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വേണിയും അങ്ങോട്ടേക്ക് ഉടനെ തന്നെ എത്തുകയാണ് കേട്ടോ. വേണിയും കലിപ്പില്ല. എൻ്റെ ആദർശൻ്റെ ലൈഫ് നശിപ്പിച്ചതേ അവൾ ഒരുത്തിയാണ്. അവളെ മാത്രമായിട്ട് പറയണ്ട, പുള്ളിക്കാരനും കണക്കാ. അത് പറഞ്ഞാൽ മതിയല്ലോ. അച്ഛൻ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. ഞാൻ അവളെ അടിച്ച് ശരിയാക്കൂട്ടോ എന്ന് പറഞ്ഞു വേണി. എൻ്റെ പൊന്നു ദേവിയമ്മ, കേട്ടില്ലേ പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചോ. ഇതൊക്കെ ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതുപോലല്ലേ കാട്ടിക്കൂട്ടി വെച്ചിരിക്കണത്. ഞാനും അത് തന്നെയാണ് പറയണത്. നിങ്ങൾ തിരിച്ചു വിളിച്ചിട്ട് നമ്മുടെ മോൻ ഇങ്ങോട്ടേക്ക് വരാൻ മടിക്കുന്നതിൻ്റെ കാരണം എന്താ? രാധേ, നീ ഇനി ഒരു വാക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ. ദേവിമ്മ ഇവിടെ നിൽക്കുന്ന കാര്യം ഞാൻ അങ്ങോട്ടേക്ക് മറക്കൂട്ടോ. ഒരെണ്ണം ഞാനങ്ങ് വെച്ച് തരും എന്ന് പറഞ്ഞു രാധാമണിയോട്. എവിടെ എന്ത് പറയണമെന്നറിയില്ല. നിർത്തിക്കോ നീയാ. ദേവേണി, ഞാൻ പറഞ്ഞേക്കാം, നീ പെട്ടെന്ന് നിന്റെ റൂമിലേക്ക് പൊയ്ക്കോട്ടോ. അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ അമ്മയ്ക്ക് കിട്ടുമ്പം കൂട്ടത്തിൽ നിനക്കൂടെ ഞാൻ തരുമൊരെണ്ണം പറഞ്ഞേക്കാം. ദേവിയമ്മയുടെ മുന്നിൽ വെച്ചിട്ടാണ് സംസാരിക്കണത്. പൊക്കുരണ്ടണം, കൺമുനി കണ്ടേക്കരുത്. പോവാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു. ദേവിയമ്മ, പുറത്തെ പ്രശ്നം എങ്ങനെ തീർക്കാമെന്ന് വെച്ചോ. പക്ഷേ ഇപ്പം വീട്ടിലാ പ്രശ്നം. അതാ ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ ഭാര്യയും കണക്കാ, മോളും കണക്കാ. അല്ലാതെ എന്ത് പറയാനാ? എന്ത് കാഴ്ച കാണാനായിട്ട് നിൽക്കുക? ഒന്ന് പോകുന്നുണ്ടോ രണ്ടും എന്ന് ചോദിച്ചു. അപ്പം രണ്ടുപേരും ചവിട്ടി തുള്ളി കാലിപ്പിൽ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയി. അതേവാ, നീ ശാന്തനാവുക. ഇലക്ഷന് സീറ്റ് കിട്ടേണ്ടതും മത്സരിച്ച് ജയിക്കേണ്ടതും നിന്റെ ആവശ്യമാണ്. സ്വന്തം മരുമകളെയും മകനെയും പുറത്താക്കിയ മഹാദേവന് മത്സരിക്കാൻ ഒരു കാരണവശാലും പാർട്ടി സീറ്റ് തരില്ല. അത് നീ മനസ്സിലാക്കണം. അപ്പം പിന്നെ ഞാൻ എന്തുട്ടാ ചെയ്യേണ്ട ദേവിയമ്മ? നിന്റെ മേലുള്ള കളങ്കം എങ്ങനെയെങ്കിലും മാറ്റേണ്ടത് നിന്റെ രാഷ്ട്രീയ ഭാവിക്ക് അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിനക്ക് മനസ്സിലായോ? മനസ്സിലായി ദേവിയമ്മ, മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ ദേവിയമ്മയുടെ അനുഗ്രഹം എൻ്റെ ഒപ്പം ഉണ്ട് എങ്കിൽ എനിക്കുണ്ടല്ലോ, ഞാൻ ഇലക്ഷൻ നേടിയിരിക്കും, ഞാൻ ജയിച്ചിരിക്കും, ഒരു ഡൗട്ടും വേണ്ട ദേവിയമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ മഹാദേവൻ. ദേവിയമ്മ ഉണ്ടല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ്. പിന്നെ കാണുന്നത് ശ്യാംസാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ആരതിയും ഗൗരിയെല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ധ്രുവനെ വരുന്നത് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിന്ന സമയത്ത്, ധ്രുവൻ്റെ ശല്യം നമുക്ക് ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. ആരതി, നീ അകത്ത് പോയിക്കോ എന്ന് പറഞ്ഞു ആരതിയോട്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ എന്ത് നടന്നാലും എന്ത് പ്രശ്നം ഉണ്ടായാലും നീ ഇതിനകത്ത് ഇടപെടാൻ വരരുത്. മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു. കയറിപ്പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ആരതി ഒന്നും മിണ്ടിയില്ല. ആരതി നേരെ റൂമിലേക്ക് അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഗൗരി അവിടെ നിൽക്കുകയാണ്. അപ്പോഴത്തേനും ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ് കോളിംഗ് ബെല്ലടി കേൾക്കുന്നത്. ഇതവനായിരിക്കും. അവൻ കൃത്യസമയത്ത് തന്നെ എത്തി. ഞാൻ ഇവിടെ ഉണ്ടെന്ന് തൽക്കാലം അറിയണ്ട. ആദർശേട്ടാ, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഒരു പേടിയും വേണ്ട എന്ന് പറഞ്ഞു. അതെ, തൽക്കാലം ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ കയ്യിലുള്ള ഫോട്ടോ എനിക്കും ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഗൗരി അങ്ങ് മാറി നിന്നു. അപ്പോൾ പോയി വാതിൽ തുറന്നു ആദർശ. അയ്യോ, എന്താണ് നോക്കി നിൽക്കുന്നത്? സ്വന്തം വീട് തന്നെയാ, കയറിപ്പോരെ എന്ന് പറഞ്ഞ് ഷാനും അഫ്സലും ഇതാണ് ഈ കൂടത്തിൽ ജോത്സ്യനും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കയറി വന്നു. എൻ്റെ പൊന്നു ശ്യാംസാറേ, എന്താ? അപ്പോൾ എൻ്റെ കാര്യം അങ്ങ് സെറ്റിൽ ചെയ്തേരെ. എങ്ങനെയാ? എന്നെ 10 ലക്ഷം രൂപ തന്ന് സെറ്റിൽ ചെയ്യുകയാണോ, അതോ ഇനിയിപ്പം ആരതിയും ഞാനുമായിട്ടുള്ള വിവാഹമാണോ? എങ്കിലും സാറ് വിഷമിക്കണ്ട. എൻ്റെയും ആരതിയുടെയും വിവാഹത്തിനുള്ള തീയതി നിശ്ചയിക്കാനും ഇന്നത്തെ നല്ല മുഹൂർത്തം നോക്കിയെടുക്കാനും ഫസ്റ്റ് ജോത്സ്യനെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാ നോക്ക് ശ്യാംസാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഭയങ്കര കളിക്കുകയാണ് ഇവൻ. അപ്പോൾ എന്നിട്ട് ഇവനിങ്ങനെ തേരാപ്പാര എല്ലായിടവും നോക്കുക കേട്ടോ. അല്ല, ആരതി എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരാരും ഒന്നും വേണ്ടിയില്ല കേട്ടോ. എന്താ പ്രൊഫസറെ ഇത്? ഞങ്ങളുടെ കല്യാണത്തിന് മുഹൂർത്തം എടുക്കുമ്പം ആരതിയും കൂടെ വേണ്ടതല്ലേ? ആരതിയെ വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പം നീ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ? പക്ഷേ എൻ്റെ പെങ്ങൾ ആരതിയെ കെട്ടിച്ചു തരാൻ ഞങ്ങൾക്ക് സമ്മതമല്ലെങ്കിലോ എന്ന് ചോദിച്ചു ആദർശ്. എന്താ ബ്രോ ഇങ്ങനെ സംസാരിക്കണത്? മച്ചാമാരെ,
ഈ കല്യാണത്തിന് ശ്യാം സാറിൻ്റെയും നമ്മുടെ ആദർശ് ബോയുടെ ഇഷ്ടത്തിന് വല്ല പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവന്മാരിങ്ങനെ നോക്കി എന്നിട്ട് കല്യാണ പെണ്ണിൻ്റെ ഇഷ്ടം പോലും നോക്കുന്നില്ല, പിന്നെയല്ലേ അച്ഛൻ്റെയും ചേട്ടൻ്റെ ഇഷ്ടം എന്ന് ഷാനിങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഇവനിങ്ങനെ അട്ടഹസിച്ച് നോക്കി നിൽക്കുക. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. ദേ കേട്ടല്ലോ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇനി കല്യാണത്തിന് താല്പര്യമില്ല എങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ തന്നേക്ക്, ഞാനങ്ങ് പോയിക്കോളാം. നിനക്കൊരു ചില്ലി കാശ് പോലും തരാനായിട്ട് തയ്യാറല്ലെങ്കിലോ? ഗൗരിയുടെ ലൈഫ് വെച്ച് വെറുതെ ഒരു റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ ശ്യാം സാറേ എന്ന് ചോദിച്ചു ഉടനെ ധ്രുവൻ. റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറാണെങ്കിൽ എന്ന് ചോദിച്ചു ആദർശ്. അപ്പം ഇവൻ എന്തോ ഒരു പന്തികേട് മണത്തോട്ടോ. പ്രൊഫസർ സാർ, എന്താ നമ്മുടെ ആദർശ് ബ്രോ അനാവശ്യമായിട്ടുള്ള വെല്ലുവിളികളൊക്കെ ആണല്ലോ നടത്തുന്നത്, എന്താ ചെയ്യുക? ഞാനൊരു കാര്യം വ്യക്തമായിട്ട് അങ്ങ് പറയാട്ടോ, ഒന്നില്ലെങ്കിൽ പൈസ തരിക, അല്ലെങ്കിൽ ആരതിയെ കെട്ടിച്ചു തരിക, രണ്ടിലേതെങ്കിലും നടന്നേ പറ്റുള്ളൂ. ആരതിയുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടിയിട്ട്, ഗൗരിയുടെ ലൈഫ് ഡിസാസ്റ്റർ ആക്കാനായിട്ട് പ്രൊഫസർ കൂട്ടു നിൽക്കരുത്. എൻ്റെ മോളെ പെണ്ണ് ചോദിച്ചു തരാനായിട്ട് നിനക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളത് എന്ന് ചോദിച്ചു നമ്മുടെ ശ്യാം സാറ്. മച്ചാമാരെ, നമ്മുടെ പ്രൊഫസർ വേറെ ലെവലിലേക്ക് എത്തിയല്ലോ കാര്യങ്ങൾ. ശ്യാമേ, ഇവൻ്റെ മുട്ടുകാല് തല്ലി ഒടിക്കുക ചെയ്യേണ്ടത്. അവൻ്റെ ഒരു ചുരുണ്ട മുടിയും നീ ഒരു കോലം കണ്ടാൽ മതി. നീ ആരടാ എന്ന് ചോദിച്ചു മുത്തശ്ശി. അപ്പോൾ എല്ലാവരും തിരിഞ്ഞു എന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടോ. പ്രൊഫസർ സാറും ഫുൾ ഫാമിലിയും കൂടി ഈ ധ്രുവനെ വെല്ലുവിളിക്കാൻ ഇറങ്ങിയിരിക്കുക. ശരി, നിങ്ങൾ ഗൗരിയുടെ ലൈഫിന് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഈ നിമിഷം ഞാനൊരു കാര്യം പറയട്ടെ പ്രൊഫസർ സാറേ, ഇനി എനിക്ക് പ്രൊഫസർ ശ്യാമപ്രസാദിനോട് യാതൊരു സെൻറ്റിമെൻസും ഇല്ല കേട്ടോ. ഇനി നോക്കിക്കോ നിങ്ങൾ, ഗൗരിയുടെ ഫോട്ടോസ് ഉണ്ടല്ലോ, വിത്തിൻ സെക്കൻഡ്സ് അതെ നെറ്റിൽ വൈറലാവട്ടോ. നിങ്ങൾ കണ്ടോ, ഈ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ നമ്മുടെ ഈ നാണം കെട്ട പ്രൊഫസറും പ്രൊഫസറുടെ കുടുംബവും ആത്മഹത്യ ചെയ്യേണ്ടി വരും പ്രൊഫസർ സാറേ. അതിനു മുൻപ് നിങ്ങളുടെ ഗൗരിയുടെ ജീവിതം തകർന്ന് തരിപ്പണാകും. എന്താ പ്രൊഫസറെ, ഞാൻ ആ ഫോട്ടോസ് നെറ്റിലോട്ട് അപ്ലോഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. എന്താ സാർ ഒന്നും പറയണില്ലേ? അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗൗരി കൈ അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഞെട്ടിത്തരിച്ചു പോയി എന്ന് പറഞ്ഞാൽ പോരാ, ധ്രുവൻ ഇതുപോലൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഇനി ജീവിതത്തിൽ കിട്ടാനില്ല. ആഹാ, ധൈര്യമായിട്ട് നീ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക, നീ എന്താ മിണ്ടാ നിൽക്കുന്നത്? ഇതിനു മുന്നേ നീ ഒരു കാര്യം ചെയ്യണം, നിൻ്റെ കയ്യിലുള്ള ആ ഫോട്ടോസ് അത് എന്നും കൂടെ നീ ഒന്ന് കാണിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. എന്താ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ധ്രുവ എന്ന് ചോദിച്ചു ഗൗരി. ഇവനിങ്ങനെ നിൽക്കുമ്പോഴത്തേനും നമ്മുടെ മുത്തശ്ശിയും അച്ഛനൊക്കെ നല്ല അഭിമാനത്തിൽ തല ഉയർത്തിപ്പിടിച്ചാൽ നിൽക്കുന്നത്. ഗൗരിയാണല്ലോ ഇതൊക്കെ ഏറ്റിരിക്കുന്നത്. അപ്പോൾ സന്തോഷമായിട്ടോ. അപ്പോൾ ഗൗരി നേരെ ധ്രുവൻ്റെ അടുത്തേക്ക് വന്നു. വേഗം പോക്കറ്റിലേക്ക് വെച്ചു അവൻ ഫോൺ. നീ എന്താടാ വിചാരിച്ചത്, എല്ലാ കള്ളത്തരവും നീ മുന്നോട്ട് കൊണ്ടുപോകാന്നോ? അതെ, നീ പറഞ്ഞതിൽ ഒരു സത്യമില്ലാന്ന് ഇവിടെയുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടു. നീ എന്നെ തട്ടിക്കൊണ്ടുപോയ ആ രാത്രി എനിക്കോ എൻ്റെ കുടുംബത്തിനോ അപമാനം ഉണ്ടാക്കുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നിനക്കും എനിക്കും അറിയാം. പിന്നെ ഏത് ഫോട്ടോസിനെ കുറിച്ചാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എങ്കിൽ നീ ഒന്ന് കാണിക്കടാ. എന്താ കാണിക്കാനൊന്നും ഇല്ലേ നിനക്ക് എന്ന് ചോദിച്ചു. വാ, നിൻ്റെ കാര്യത്തിൽ തീരുമാനമായിടാ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം അത് പറയാതെ വയ്യ കേട്ടോ, നീ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തന്നു കേട്ടോ. നീ ഇങ്ങനൊരു കളി കളിച്ചില്ലായിരുന്നെങ്കിൽ ശങ്കർ തെറ്റുകാരനല്ല എന്ന് ഞാൻ ഒരിക്കലും തിരിച്ചറിയില്ലായിരുന്നു. ശങ്കറിനെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. അതുമാത്രമല്ല, ആ മനുഷ്യനെ വേദനിപ്പിച്ചു. നിന്റെ തെറ്റുകൾക്ക് ശങ്കറിനെയാണ് ഞാൻ ശിക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അത് നീ എന്താണെങ്കിലും എൻ്റെ മാനസിക സ്ഥിതി മാറ്റി തന്നു. മാസ് എൻട്രി നടത്തി നീ എന്നെ ഒന്ന് ഞെട്ടിച്ചു. പക്ഷേ അത് നീ ഈ ധ്രുവനെ തോൽപ്പിച്ചു എന്നല്ല ഗൗരി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കി നിന്നു. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത്, അന്ന് നിന്നെ വെറുതെ വിട്ടത് എൻ്റെ തെറ്റാ, അതുകൊണ്ടാണല്ലോ നീ ഇപ്പം എൻ്റെ മുന്നിൽ നിന്നിട്ട് വലിയ ഡയലോഗ് അടിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാനങ്ങ് പറയട്ടെ. ശരിയാ, അന്ന് രാത്രി നിനക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനിയാണ് മോളെ നിനക്ക് പണി കിട്ടാൻ പോണത്. ഈ ധ്രുവൻ കാണിക്കുന്ന ഒരു പണി നീ കണ്ടോ എന്ന് പറഞ്ഞു. എടി, നീ കണ്ടോ? നിന്റെ പെങ്ങളുണ്ടല്ലോ ആരതി, അവളെ ഞാൻ പൊക്കിയിരിക്കും. നീ കണ്ടോ? നിന്റെ കൺമുന്നിലൂടെ ഞാൻ പൊക്കിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, ഗൗരിക്കാരനെ കുറ്റി പോച്ച ഒരെണ്ണം അങ്ങോട്ട് ധ്രുവന് വച്ചു കൊടുത്തു. അപ്പം ഭയങ്കര സന്തോഷമായി മുത്തശ്ശിക്ക്.
അഭിമാനത്തിൽ നിൽക്കുകയാണ് ശ്യാം സാറും നമ്മുടെ ആദർശും ഒക്കെ. അപ്പം നമ്മുടെ ധ്രുവന് വാങ്ങിക്കാനുള്ളതെല്ലാം വാങ്ങിച്ച് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.